എന്തൊരു ധിക്കാരമാണ്! എല്ലാവരെയും തല്ലിയൊതുക്കി മിടുക്കനായി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതണ്ട. ആ കസേരയിൽ അങ്ങനെ മറ്റുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ ഇയാൾ സാഡിസ്റ്റാണ്. ആരാൻ്റെ മക്കളെ റൂട്ടിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ, ചവിട്ടിക്കൂട്ടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ ക്രിമിനലായ പോലീസുകാരെ മുഴുവൻ ഞങ്ങൾ അവരുടെ നാട്ടിലും ഈ സംസ്ഥാനത്ത് മുഴുവൻ അവരെ എക്സ്പോസ് ചെയ്യും. ഞങ്ങൾ വിചാരിച്ചാൽ അവനൊന്നും അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല പുറത്തേക്ക്. അതിനൊക്കെയുള്ള കോൺഗ്രസ്സുകാർ നാട്ടിലുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിത് സംഘർഷഭരിതമാക്കരുത് എന്ന് കരുതിയാണ്. ഈ സംഘർഷം തെരുവിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ആഗ്രഹിച്ച് ഞങ്ങളാണ് സംയമനം പാലിച്ചത്. പക്ഷേ എല്ലാ മര്യാദയുടെ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ധിക്കാരവും ജനങ്ങളുടെ നെഞ്ചത്തൂടിയുള്ള ഈ തേരോട്ടവും നടത്തുന്നത്. ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവെന്നാണ്. മഹാരാജാവ് എഴുന്നള്ളുമ്പോൾ ഒരു പ്രതിഷേധവും പാടില്ല. രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി, മുഖ്യമന്ത്രിമാർക്കെതിരായി, EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി നമ്മുടെ രാജ്യത്ത് പ്രതിഷേധം ഉണ്ടായിട്ടില്ലേ? സമാധാനപരമായി റോഡരിയിൽ നിന്ന് കരിങ്കൊടി കാണിച്ചാൽ ഈ മുഖ്യമന്ത്രിക്ക് എന്താ മഹാരാജാവാണെന്ന് സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. അധികാരത്തിൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും തലയ്ക്ക് പിടിച്ച് സമനില തെറ്റിയത് മുഖ്യമന്ത്രിക്കാണ്. 8ാമത്തെ പ്രാവശ്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സമനില തെറ്റിയെന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നത്. നാട്ടുകാരുടെ ചെലവിൽ സ്റ്റേജ് കെട്ടി നവകേരള സദസ്സിൽ ഇരുന്നുകൊണ്ട് ആദ്യം പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ സമനില തെറ്റിയെന്നാണ്. ഞാൻ പറയുന്നത് ഞാൻ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം, എൻ്റെ ചെലവിൽ ചികിത്സിക്കാം, മുഖ്യമന്ത്രി പറയുന്നിടത്ത് പോയി ചികിത്സിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന മന്ത്രിമാരോട് എനിക്ക് പറയാനുള്ളത്, വീട്ടുകാരും അടുത്തില്ലാത്ത സമയമാണ്, മരുന്നെടുത്ത് കൊടുക്കാൻ മറക്കണ്ട. ഏതോ മരുന്ന് കഴിക്കാൻ വിട്ടുപോകുന്നുണ്ട്. അതുപോലെയാണ് ഇങ്ങനെ തോന്നിയാസം പറയുന്നത്, തോന്നിയതുപോലെ ചെയ്യുന്നത്. മന്ത്രിമാരാണ് സഹായിക്കേണ്ടത്. ഏതെങ്കിലും മരുന്ന് അദ്ദേഹം കഴിക്കാൻ മറന്നു പോകുന്നുണ്ട് എന്നാണ് എനിക്ക് സംശയം. ആ മരുന്നെടുത്ത് കൊടുത്ത് നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് എനിക്ക് മന്ത്രിമാരോട് പറയാനുള്ളത്. ഇയാൾക്ക് ആരെ കണ്ടാലും അപ്പോൾ സമനില തെറ്റിയെന്ന് തോന്നുക. അതെന്തിൻ്റെ അസുഖമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റുള്ളവരെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ അവരുടെ സമനില തെറ്റി എന്ന് പറയുക. എന്നിട്ട് സ്വന്തം MLA, സീനിയർ MLA അധിക്ഷേപിക്കുക, കോട്ടയം MPയെ അധിക്ഷേപിക്കുക. ഞാൻ വീണ്ടും കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പറവൂരിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മൂടി വെച്ച സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. ആരെല്ലാമാണ് അപമാനിക്കപ്പെട്ടത് ഈ നവകേരള സദസ്സിലെന്നാണ്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ ആരും ഇവരുടെ കൂടെ ഉണ്ടാവില്ല. കാരണം ഇത് കേരളത്തിൻ്റെ കമ്മ്യൂണിസത്തെ കേരളത്തിൻ്റെ മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഇയാളുടെ അവസാനത്തെ യാത്രയാണ്. ഒരു സംശയവും വേണ്ട. അതിന് ഞങ്ങൾ അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ നേരിടും. അത് സംയമനം പാലിക്കുന്നതിന് പരിധിയുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇത് ഈ ഭാഗത്ത് നടക്കുന്ന സമയത്ത് സ്വീകരിക്കേണ്ടി വരുമല്ലോ. ഉറപ്പല്ലേ സ്വീകരിക്കലും ഞങ്ങളെ ആളുകൾ ചോദ്യം ചെയ്ത് തുടങ്ങൂലേ? നമ്മുടെ രീതിയല്ല അത്, ഞങ്ങളുടെ സമീപനമല്ല. ഞങ്ങൾ ഒരിക്കലും തെരുവിലേക്ക് ഇത് വലിച്ചഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ കേരളത്തിൻ്റെ തെരുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിദ്യാർത്ഥിക്ക് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല. കരിങ്കൊടി കാണിച്ചാൽ അവനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ക്രിമിനലുകളും കൂടെ കൊണ്ടു നടക്കുന്ന CPM ക്രിമിനലുകളും തല്ലി ഒതുക്കും എന്ന് വന്നാൽ അപ്പോൾ കാണണ്ടേ നമുക്ക്? പ്രതിഷേധത്തിൻ്റെ രൂപം മാറും. പ്രതിഷേധത്തിൻ്റെ രൂപം മാറും. മാറ്റിയേ മതിയാവും.